SIR-മായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പല സംശയങ്ങളും ഇപ്പോഴും ഉണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതിന് താഴെ ഒരുപാട് ആളുകളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇന്ന് എത്തിയിരിക്കുന്നത്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ തന്നെയാണ് നമ്മൾ ഈ കാര്യം ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ആളുകൾക്ക് പല സംശയങ്ങളും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫോം ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു. പക്ഷേ അത് ഒന്നും കൂടി അവരെ വിശദമായിട്ട് ബോധ്യപ്പെടുത്തുന്നത് കൂടി ഇത് ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ നിലവിലുള്ള സംശയങ്ങൾ അത് അതിന് നമ്മൾ നമുക്ക് മനസ്സിലാവുന്ന, നമുക്കറിയാവുന്ന മറുപടികൾ കൂടി കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പറഞ്ഞത്. ഇത് എന്യൂമറേഷൻ ഫോറം. ഈ എന്യൂമറേഷൻ ഫോറം എൻ്റെ എന്യൂമറേഷൻ ഫോറമാണ്. ഇതിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന രൂപമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് എൻ്റെ പേര് മൊയ്തീൻ ബിലാൽ CM എന്ന വ്യക്തി. ഓക്കെ, ആ മൊയ്തീൻ ബിലാൽ CM എന്ന വ്യക്തി ഇപ്പോഴും 2002 SIR ലിസ്റ്റിലും വോട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നത് ആദ്യം നമ്മൾക്ക് വോട്ടറുടെ മൊയ്തീൻ ബിലാൽ CM ഇന്നത്തെ വോട്ടർ ID-യുടെ എപ്പിക് നമ്പർ അഥവാ വോട്ടർ ID നമ്പർ, എൻ്റെ നിലവിലെ വിലാസം, നിലവിലെ വീട്ടു നമ്പറും വാർഡും അടങ്ങിയ വിലാസം. ഓക്കെ, ആ വിലാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫോം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ ഫോം കിട്ടിയ ഉടനെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് എൻ്റെ ആധാർ കാർഡിൽ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് ഡേറ്റ് ഓഫ് ബർത്ത് 1987 ശേഷം ജനിച്ച ആളുകൾ, 1987 ശേഷം ജനിച്ച ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കാണിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നിർബന്ധമാണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോഴത്തെ ആധാർ കാർഡിൽ, പല ആധാർ കാർഡിലും ഡേറ്റ് ഓഫ് ബർത്ത് അപ്ഡേറ്റഡ് ആയിട്ട് ഉണ്ടാവില്ല, ഇയർ മാത്രമായിരിക്കും അതിലുണ്ടാകുന്നത്. പല ആധാർ കാർഡിലും ഒന്നെങ്കിൽ ഇയർ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാർ കാർഡ്, അത് അക്ഷയയിൽ പോയാൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ട് തരും. ഇപ്പോൾ വരുന്ന എല്ലാ